ഓരോ മിനിറ്റുകളും വിലപ്പെട്ടത് തന്നെയാണ്. നമ്മുടെ മുമ്പിലുള്ള ഓരോ മിനിറ്റുകളും വിലപ്പെട്ടതാണ്. വ്യർത്ഥമായി ചെലവഴിക്കുവാൻ ഒരു സെക്കൻഡ് പോലും നമ്മുടെ ജീവിതത്തിൽ ഇല്ല എന്നുള്ളത് ഓർക്കുകയാണ്. വ്യർത്ഥമായി ചെലവിടുവാൻ ഒരു സെക്കൻഡ് പോലും നമ്മുടെ ജീവിതത്തിൽ ഇല്ല എന്ന് ഓർത്തുകൊള്ളണം. ദൈവം നമ്മുടെ ജീവിതത്തിൽ തന്നിരിക്കുന്ന ഓരോ നിമിഷങ്ങളും യേശുവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങുവാനാണ്. ദൈവം നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഓരോ സമയങ്ങളും യേശുവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങുവാനാണ്. ഞാൻ സാധാരണയായി ഇപ്രകാരം പറയാറുണ്ട്. ഒരു സാധാരണമായ പറച്ചിലല്ല, എന്റെ ഗൗരവം മനസ്സിലാക്കി തന്നെയാണ് പറയുന്നത്. സാധാരണമായിട്ടല്ല പറയുന്നത്, അതിന്റെ ഗൗരവത്തോടെ തന്നെയാണ് പറയാറുള്ളത്. യേശുവിന്റെ വീണ്ടും വരവിനെ മുഖാമുഖമായി ദർശിക്കുവാനുള്ള ഭാഗ്യം ലഭിച്ച തലമുറ നാം തന്നെയാണ്. യേശുവിന്റെ വീണ്ടും വരവിനെ മുഖാമുഖമായി ദർശിക്കാനുള്ള ഭാഗ്യം ലഭിച്ച തലമുറ നാം തന്നെയാണ്. കാരണം ഈ തലമുറയിൽ തന്നെ യേശു വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിനായി പ്രത്യാശിക്കുന്നു, കാത്തിരിക്കുന്നു. അതിനായി പ്രത്യാശയോടെ കാത്തിരിക്കുന്നു. ഒരുപക്ഷെ നിങ്ങൾ വിചാരിക്കും ഇതല്പം അതിന് കടന്നുപോയോ എന്ന്. ഒരുപക്ഷെ നിങ്ങൾ വിചാരിക്കും ഇത് അല്പം അതിന് കടന്നുപോയോ. ഇല്ല പ്രിയ സഹോദരി സഹോദരന്മാരെ, ഇല്ല. വചനം അതുപോലെ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് വന്നു നിൽക്കുന്നത്. വചനം അതുപോലെ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നതായ ഒരു കാലഘട്ടത്തിലേക്കാണ് നാം വന്നിരിക്കുന്നത്. യേശുവിന്റെ വീണ്ടും വരവിൽ ലക്ഷണങ്ങൾ അക്ഷരാർത്ഥത്തിൽ 100% നിറവേറിയിരിക്കുന്ന ഒരു കാലഘട്ടം. യേശുവിന്റെ വീണ്ടും വരവിൽ ലക്ഷണങ്ങൾ അക്ഷരാർത്ഥത്തിൽ 100% നിറവേറിയിരിക്കുന്ന കാലഘട്ടം. നാം ഒരുക്കപ്പെടേണ്ടുന്ന സമയമാണിത്. ഇത് നാം ഒരുക്കപ്പെടുന്ന സമയമാണ്. ആകയാൽ ദൈവം തന്നിരിക്കുന്ന വിലപ്പെട്ട നിമിഷങ്ങൾ വളരെ ബുദ്ധിപൂർവമായി ഉപയോഗിക്കുവാൻ പരിശുദ്ധന്മാർ നിങ്ങളെ ഉപദേശിക്കുക. അതുകൊണ്ട് ദൈവം തന്നിരിക്കുന്ന വിലപ്പെട്ട സമയങ്ങൾ വളരെ ബുദ്ധിപൂർവ്വം ഉപയോഗിക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ ബുദ്ധി ഉപദേശിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. യേശു വീണ്ടും വരുന്നു എന്നുള്ളത് എല്ലാവരും പ്രസംഗിക്കുന്ന ഒരു വിഷയമാണ്. യേശു വീണ്ടും വരുമെന്നുള്ള കാര്യം എല്ലാവരും പ്രസംഗിക്കുന്ന ഒരു കാര്യമാണ്. സഭാ വ്യത്യാസമില്ലാതെ, സമൂഹ വ്യത്യാസമില്ലാതെ എല്ലാവരും വിളിച്ചു പറയുന്നു യേശു വരുന്നു. സമൂഹ വ്യത്യാസമന്യേ എല്ലാവരും വിളിച്ചു പറയുകയാണ് യേശു വീണ്ടും വരും. ഞങ്ങളും അത് തന്നെയാണ് പറയുന്നത്, യേശു വരുന്നു. ഞങ്ങളും അത് തന്നെയാണ് പറയുന്നത്, യേശു വരും. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. യേശുവിന്റെ വീണ്ടും വരവ് ദൈവസഭയുടെ പ്രത്യാശയാണ്. യേശുവിന്റെ വീണ്ടും വരവ് ദൈവസഭയുടെ പ്രത്യാശയാണ്. എല്ലാവരും യേശു വരുന്നു എന്ന് പറയുന്നെങ്കിലും യേശു എന്തിനു വേണ്ടി വരുന്നു, യേശുവിന്റെ വരവിൽ ആര് എടുത്തുകൊള്ളപ്പെടും എന്നുള്ള വിഷയം വിശദമായി പഠിപ്പിക്കുന്നില്ല. യേശു വരുമെന്ന് എല്ലാവരും പറയുമെങ്കിലും യേശു എന്തിനു വേണ്ടി വരുന്നു, ആരാണ് യേശുവിന്റെ വരവിൽ എടുത്തുകൊള്ളപ്പെടുക എന്നുള്ള സത്യം വെളിപ്പെടുത്തുന്നില്ല. ബൈബിൾ അത് നമ്മെ വ്യക്തമായി പഠിപ്പിക്കുന്നു. യേശു വരുന്നത് ഒരു പൂർണ്ണമാക്കപ്പെട്ട സഭയ്ക്ക് വേണ്ടിയാണ്. യേശു വരുന്നത് പൂർണ്ണമാക്കപ്പെട്ട തന്റെ സഭയ്ക്ക് വേണ്ടിയാണ്. ക്രിസ്തു ദൈവത്തിന്റെ സർവ്വസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. ക്രിസ്തു ദൈവത്തിന്റെ സർവ്വസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. ക്രിസ്തുവിനെ തലയോട് ഉപമിച്ചിരിക്കുന്നു. തന്റെ ശരീരത്തെ, സഭയെ ശരീരമായി ഉപമിച്ചിരിക്കുന്നു. തന്റെ ശരീരത്തെ സഭയായി ഉപമിച്ചിരിക്കുന്നു. ക്രിസ്തു തല, സഭ ശരീരം. ക്രിസ്തു തല, സഭ ശരീരം. തല എപ്രകാരം പൂർണ്ണപ്പെട്ടിരിക്കുന്നുവോ അതേ പൂർണ്ണത പ്രാപിച്ച ഒരു ശരീരം ഒരുക്കപ്പെടുകയാണ്. തല എപ്രകാരം പൂർണ്ണപ്പെട്ടിരിക്കുന്നുവോ അപ്രകാരം പൂർണ്ണത പ്രാപിച്ച ഒരു ശരീരം ഒരുക്കപ്പെടണം. അപ്രകാരം ദൈവിക പൂർണ്ണത പ്രാപിച്ച ഒരു സഭ മാത്രമേ യേശുവിന്റെ വരവിൽ എടുത്തുകൊള്ളപ്പെടുകയുള്ളൂ. അപ്രകാരം ദൈവിക പൂർണ്ണത പ്രാപിച്ച ഒരു സഭ മാത്രമേ യേശുവിന്റെ വരവിൽ എടുത്തുകൊള്ളപ്പെടുകയുള്ളൂ. ഇന്ന് ദൈവത്തിന്റെ സഭ ഭൂമിയിൽ ഒരുക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇന്ന് ദൈവത്തിന്റെ സഭ ഭൂമിയിൽ ഒരുക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. 1-ാം നൂറ്റാണ്ടിൽ പെന്തിക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മ പകർച്ചയോടെയാണ് ഈ ദൈവസഭയുടെ പണി ആരംഭിച്ചത്. 1-ാം നൂറ്റാണ്ടിൽ പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മ പകർച്ചയോടുകൂടെയാണ് ദൈവസഭ ഭൂമിയിൽ ആരംഭിച്ചത്. 120 പേർ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടുകൊണ്ട് പുതിയ സഭയുടെ പണിയുടെ പ്രാരംഭം സ്വർഗത്തിലെ ദൈവം ആരംഭിക്കുകയായിരുന്നു. 120 പേരെ പരിശുദ്ധാത്മാവ് നിറച്ചുകൊണ്ട് ഭൂമിയിൽ ദൈവത്തിന്റെ സഭയുടെ പണി സ്വർഗത്തിലേയും ആരംഭിക്കുകയാണ്. നൂറ്റാണ്ടുകളായി ദൈവം ആ പണി തുറന്നുകൊണ്ടേയിരിക്കുന്നു. ഇന്ന് ആ പണിയുടെ പൂർത്തീകരണത്തിന്റെ ഘട്ടത്തിൽ എത്തിയിരിക്കുകയാണ്. ഇന്ന് ആ പണിയുടെ പൂർത്തീകരണ ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ക്രിസ്തുവിന്റെ ഒരു സഭ ഇന്ന് ഈ ഭൂമിയിലുണ്ട്. ക്രിസ്തുവിന്റെ ഒരു സഭ ഇന്ന് ഈ ഭൂമിയിലുണ്ട്. അത് ദൃശ്യമല്ല, അദൃശ്യമാണ്. ദൃശ്യമാണ്. ആ യേശുവിന്റെ കണ്ടയായ ക്രിസ്തുവിന്റെ ശരീരമായ സഭയ്ക്കുള്ളിൽ നിങ്ങൾ ആയിരിക്കണമെന്ന് ഞങ്ങൾ ആത്മാവിനാൽ നിങ്ങളെ ഓർപ്പിക്കുകയാണ്. ആ ക്രിസ്തുവിന്റെ ശരീരമായ ആ സഭയ്ക്കുള്ളിൽ നിങ്ങൾ ആയിരിക്കണമെന്ന് ആത്മാവിനാൽ നിങ്ങളെ ഓർപ്പിക്കുക. ഇന്ന് ദൃശ്യമായ ഒരു സഭയുണ്ട്. ആ ദൃശ്യമായ സഭ യേശുവിന്റെ വരവിൽ എടുക്കപ്പെടുകയില്ല. ഇന്ന് ലോകത്തിൽ ദൃശ്യമായ ഒരു സഭയുണ്ട്.
എന്നാൽ ആ സഭ യേശുവിന്റെ വരവിൽ എടുക്കപ്പെടുകയില്ല. ഈ ദൃശ്യമായ സഭയ്ക്കുള്ളിൽ ഒരു അദൃശ്യമായ സഭ ഒരുക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ദൃശ്യമായ സഭയ്ക്കുള്ളിൽ അദൃശ്യമായ ഒരു സഭ ഒരുക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം വായിച്ചാൽ അവിടെ സൂര്യനെ അണിഞ്ഞ ഒരു സ്ത്രീയെ കാണുന്നു. വെളിപ്പാട് ദിവസം 12-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെ സൂര്യനെ അണിഞ്ഞ ഒരു സ്ത്രീയെ കാണും. അവളുടെ കാൽ കീഴിൽ ചന്ദ്രൻ, തലയിൽ 12 നക്ഷത്രം കൊണ്ടുള്ള കിരീടം. അവളുടെ കാൽ കീഴിൽ ചന്ദ്രൻ, തലയിൽ 12 നക്ഷത്രങ്ങൾ കൊണ്ടുള്ള കിരീടം. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. അത് പുതിയ നിയമസഭയെ കുറിച്ച് വർണ്ണിക്കുന്ന ഒരു ഭാഗമാണ്. അത് പുതിയ നിയമ സഭയെപ്പറ്റി വർണ്ണിച്ചിരിക്കുന്ന ഒരു ഭാഗമാണ്. ഈ സ്ത്രീ സ്വർഗസ്ഥലങ്ങളിൽ കാണപ്പെടുന്നു. ഈ സ്ത്രീ സ്വർഗസ്ഥലങ്ങളിൽ കാണപ്പെടുന്നു. ഈ സ്ത്രീ ഗർഭിണിയായി നോവ് കെട്ടി വേദനപ്പെട്ട് നിലവിളിക്കുന്നു. ഈ സ്ത്രീ ഗർഭിണിയായി നോവ് കെട്ടി വേദനപ്പെട്ട് നിലവിളിക്കുന്നു. ഇവയെല്ലാം ആത്മീകമായി വ്യാഖ്യാനിക്കേണ്ടതാണ്. ഇവയൊക്കെയും ആത്മീയമായി വ്യാഖ്യാനിക്കേണ്ടതാണ്. അവളുടെ ഉള്ളിൽ ഉരുവായി പൂർണ്ണപ്പെട്ട ഒരു ശിശു, ഒരാൺകുട്ടി പുറത്തു വന്നു. അവരുടെ ഉള്ളിൽ ഉരുവായി പൂർണ്ണപ്പെട്ട ഒരു ആൺകുട്ടി പുറത്തു വന്നു. ആ ആൺകുട്ടി ദൈവസിംഹാസനത്തിലേക്ക് എടുക്കപ്പെട്ടു. ആ ആൺകുട്ടി ദൈവസിംഹാസനത്തിലേക്ക് എടുക്കപ്പെട്ടു. ഈ ആൺകുട്ടി സകല ജാതികളെയും ഇരുമ്പ് കോൽ കൊണ്ട് മേയ്ക്കുവാൻ തക്കവണ്ണം ശക്തിപ്പെട്ട ഒരു ആൺകുട്ടിയായിരുന്നു. ഈ ആൺകുട്ടി സകല ജാതികളെയും ഇരുമ്പ് കോൽ കൊണ്ട് മേയ്ക്കാൻ തക്കവണ്ണം ശക്തി പ്രാപിച്ച ഒരു ആൺകുട്ടിയായിരുന്നു. ഈ സ്ത്രീ എന്നത് പറയുന്നത് പരിശുദ്ധമാവിനെ പ്രാപിച്ച ദൃശ്യമായ സഭയാണ്. ഈ സ്ത്രീ എന്ന് പറഞ്ഞിരിക്കുന്നത് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചിരിക്കുന്ന ദൃശ്യ സഭയത്രേ. ഇന്ന് ഭൂമിയിൽ ഒരു ദൃശ്യമായ സഭയുണ്ട്. ഇന്ന് ഭൂമിയിൽ ഒരു ദൃശ്യമായ സഭയുണ്ട്. അത് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിച്ചവരുടെ കൂട്ടമാണ്. അത് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിച്ചവരുടെ കൂട്ടമാണ്. ഈ ദൃശ്യമായ സഭയ്ക്കുള്ളിൽ ഒരു പൂർണ്ണമാക്കപ്പെട്ട സഭ ഒരുക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ദൃശ്യമായ സഭയ്ക്കുള്ളിൽ ഒരു പൂർണ്ണമാക്കപ്പെട്ട അദൃശ്യമായ സഭ ഒരുക്കപ്പെടുകയാണ്. യേശുവിന്റെ വീണ്ടും വരവിൽ ഈ ഒരുക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന സഭ വെളിപ്പെടും. യേശുവിന്റെ വീണ്ടും വരവെങ്കിൽ ഈ ഒരുക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന സഭ വെളിപ്പെടും. ഈ ദൃശ്യമായ സഭയ്ക്കുള്ളിൽ നിങ്ങൾ ആകണമെങ്കിൽ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം. ഈ ദൃശ്യം